എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായരെ, ഇത് നിങ്ങളുടെ സമയമാണ്. കർത്താവിനോടും അവൻ്റെ സത്യസഭയോടും കൂറ് തെളിയിക്കാനുള്ള സമയം. നിങ്ങളുടെ സവിശേഷ സാഹചര്യം കണക്കിലെടുത്ത് നിങ്ങൾ സീറോ മലബാർ സഭയുടെ ഒരു ഘടകമാണെങ്കിലും മാർപ്പാപ്പയുടെ നേരിട്ടുള്ള ഭരണത്തിൻ കീഴിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു മെത്രാൻ എന്നതിന് പകരം അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്ററായിട്ടൊരു മെത്രാനെ വെച്ചിരിക്കുന്നത്. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ, ബോസ്കോ പിതാവ് ചെയ്യുന്ന കാര്യങ്ങൾ, സഭ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നതും സഭയോട് കൂറു പുലർത്തുന്നവർ അനുസരിക്കേണ്ടതുമായ സംഗതികളാണ്. അതിന് വിരുദ്ധമായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അതിലൊന്നും പങ്കെടുക്കരുത് എന്ന് പറഞ്ഞ് ബോസ്കോ പിതാവ് നമ്മെ കാര്യം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സർക്കുലർ ഞാനൊന്ന് വായിക്കാം, പ്രസ് റിലീസ് ഞാനൊന്ന് വായിക്കാം. സഭാവിരുദ്ധ പ്രതിഷേധ സംഗമങ്ങളിൽ വൈദിക സന്യസ്ത അൽമായ സമൂഹം പങ്കെടുക്കരുത്. അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്റർ. അതിരൂപതയിൽ അച്ചടക്കം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായി അതിരൂപത അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ പിതാവ് നിയമാനുസൃതമായി കൈക്കൊണ്ട തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടും സഭയിലെ പുരോഹിതരെയും സന്യസ്തരെയും അൽമായരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും ചില വ്യക്തികൾ തൃപ്പൂണിത്തുറ, പാലാരിവട്ടം, മാതനഗർ എന്നീ ഇടവകകളിൽ വിളിച്ചു കൂട്ടുന്ന സമ്മേളനങ്ങളിൽ പങ്കെടുക്കരുതെന്ന് വൈദിക സന്യസ്ത അൽമായ സമൂഹങ്ങളോട് എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ ആവശ്യപ്പെടുന്നു. ഇത്തരം പ്രതിഷേധ സമ്മേളനങ്ങൾ, അതോടനുബന്ധിച്ചുള്ള വിശുദ്ധ കുർബാന അർപ്പണം തുടങ്ങിയവ സഭയുടെ നിയമാനുസൃത സംവിധാനത്തിനെതിരെയാണെന്നത് അവർ പ്രചരിപ്പിക്കുന്ന നോട്ടീസിൽ നിന്ന് വ്യക്തമാണ്. സഭയെ സ്നേഹിക്കുന്ന വൈദികര്, സന്യസ്തര്, അൽമായ വിശ്വാസികള് എല്ലാവരും സഭാ കൂട്ടായ്മയ്ക്ക് വിഘാതമായ പ്രവർത്തനങ്ങളിൽ അരുതെന്നും ഇത്തരം തെറ്റായ സമ്മേളനങ്ങളുടെയും സംഗമങ്ങളുടെയും ഭാഗമാകരുതെന്നും അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്റർ ഓർമ്മിപ്പിക്കുന്നു. ജോഷി പൊതുവ, ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. സഭ പ്രതിസന്ധി നേരിട്ടപ്പോഴൊക്കെ വൈദികരെക്കാൾ, കന്യാസ്ത്രീകളെക്കാൾ കൂടുതൽ സഭയ്ക്ക് വേണ്ടി പോരാടിയിട്ടുള്ളത് അൽമായർ തന്നെയാണ്. ഒരു സംശയം അക്കാര്യത്തിലില്ല. സത്യവിശ്വാസം മുറുകെ പിടിക്കാനും സഭയുടെ അഖണ്ഡത മുറുകെ പിടിക്കാനും അൽമായരാണ് എപ്പോഴും മുൻപന്തിയിലുണ്ടായിരുന്നത്. വൈദികരും കന്യാസ്ത്രീകളും മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം നമുക്കൊരു സുവർണ അവസരം വന്നിരിക്കുകയാണ്. സീറോ മലബാർ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപതയായ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ചില വൈദികരും ചില അൽമായരും സഭാവിരുദ്ധ പ്രവർത്തനങ്ങളിലും ശീഷ്മ പ്രവർത്തനങ്ങളിലും വിഭാഗീയത പ്രവർത്തനങ്ങളിലും മുഴുകാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. അതിന് പരിഹാരം കാണാനുള്ള കൃത്യമായ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ കൃത്യമായ നടപടികൾ. അതിനെ തകിടം മറിക്കാനാണ് ഇത്തരം സഭാവിരുദ്ധ സമ്മേളനങ്ങൾ നടത്തുന്നത്. അതിൽ പങ്കെടുക്കരുത് എന്നാണ് അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്റർ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നമുക്കത് കൃത്യമായിട്ട് അനുസരിക്കാം. നിങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായര്, സവിശേഷമായ അൽമായര്, നിങ്ങൾ വിചാരിച്ചാൽ ഇവരുടെ ഈ വിഘടിത പ്രവർത്തനം നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. ഞാൻ ഈ ബോസ്കോ പിതാവിനോട് ചേർന്നുകൊണ്ട് 2-3 നിർദ്ദേശങ്ങൾ കൂടി പറയുകയാണ്. ഈ നിങ്ങളിൽ പങ്കെടുക്കരുത് എന്ന് മാത്രമല്ല, ഇതിൽ പങ്കെടുക്കാനായിട്ട് താല്പര്യം കാണിക്കുന്നവരെ പിന്തിരിപ്പിക്കാനായിട്ട് നിങ്ങൾ പരമാവധി പരിശ്രമിക്കണം. നിങ്ങളവർ പറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ നോക്കണം. മറ്റൊരു കാര്യം, ഈ ഇടവകളിലേക്ക് സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി മറ്റേ ഇടവകയിൽ നിന്ന് നുഴഞ്ഞു കയറുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആളുകൾ അവിടെ വരുമ്പോൾ നിങ്ങളവർ പറയണം, ഇവിടെ എന്താ പരിപാടി, ഇവിടെ സഭാവിരുദ്ധ പ്രവർത്തനത്തിന് ഞങ്ങളുടെ ഇടവകയിൽ വരാൻ പറ്റില്ല. സഭയ്ക്ക് അനുകൂലമായ സംഗതികൾക്കാണെങ്കിൽ വരാം, സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഈ ഇടവകളില്ലാത്ത ആളുകൾ അവിടെ വരികയാണെങ്കിൽ നിങ്ങൾ അവരെ പറഞ്ഞ് പിന്തിരിപ്പിക്കണം. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ, സത്യവിശ്വാസികൾ വിചാരിച്ചാൽ ഇവരുടെ സഭാവിരുദ്ധ പ്രവർത്തനം, ഈ സമ്മേളനം നമുക്ക് പാടെ പൊളിച്ചടക്കാം. അതാണ് വേണ്ടത്. എന്തിനു വേണ്ടി? കർത്താവിനോട് ഇവിടെ കൂറ് പുലർത്താൻ, കർത്താവിൻ്റെ സഭയോട് കൂറ് പുലർത്താൻ, സഭയ്ക്കെതിരെ ഈ പൈശാചിക ശക്തികളുടെ ഒരു നിലപാടും വിജയിക്കില്ല എന്ന് ബോധ്യപ്പെടുത്താൻ കർത്താവ് നമ്മയാണ് ഭരമേൽപ്പിച്ചിരിക്കുന്നത്.
നരക കവാടങ്ങൾ സഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല. എങ്ങനെയാണ് പ്രബലപ്പെടാതിരിക്കുക? ഈ നരക കവാടങ്ങളുമായി വരുന്നവരെ ആ നരക കവാടങ്ങൾ അങ്ങോട്ട് അല്ലേ ഇവിടെ തുറക്കാൻ പറ്റില്ല, നരക കവാടം ഇവിടെ തുറക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് നമ്മൾ അടയ്ക്കണം. അതിന് കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുക. ഈ സഭാചരിത്രം നോക്കിയാൽ രക്തസാക്ഷികളാകാനും, അത് മരണം കൊണ്ട് മാത്രമല്ല അനുദിന ജീവിതം കൊണ്ട് പോലും രക്തസാക്ഷികളാകാനും സഭയോടുള്ള കൂറ് പ്രകടിപ്പിക്കാനും അങ്ങനെ വിശുദ്ധരാകാനും കിട്ടിയ സുവർണ അവസരമാണിത്, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. അതുകൊണ്ട് ഇതിനെ എന്തൊരു കഷ്ടമാണിത് എന്ന് പറയാതെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന സുവർണ അവസരമാണ്. കർത്താവിനോട് കൂറ് പുലർത്താനായിട്ട് തന്നിരിക്കുന്ന നല്ല സുവർണ അവസരമാണ്. സഭയോട് സത്യസഭയോട് കൂറ് പുലർത്താൻ തന്നിരിക്കുന്ന നല്ല അവസരമാണ്. അതുകൊണ്ട് സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെടാതിരുന്നാൽ മാത്രം പോരാ, ഏർപ്പെടാതിരിക്കണം. പ്ലസ് ഏർപ്പെടുന്നവരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അത് നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ബോസ്കോ പിതാവിനോട് ചേർന്ന് ആഹ്വാനം ചെയ്യാണ്. ബോസ്കോ പിതാവ് ഇത് പ്രസ് റിലീസായിട്ട് നൽകിയിട്ടുണ്ട്. ഞാനിത് പറയുന്നത് ആവർത്തിക്കുകയല്ല, കുറച്ച് അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ മുൻപത്തെ എൻ്റെ ആഹ്വാനങ്ങൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ട്. ആ സഹകരണം ഇത്തവണ സഭയോട് നിങ്ങൾ കാണിക്കും. എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നവർ സഭയോട് കൂറ് പുലർത്തുന്നവരായിട്ട് ഉള്ളവരെല്ലാം ഈ പറഞ്ഞ ആഹ്വാനം ശിരസ വഹിക്കുമെന്നും കർത്താവിനോടും തോമാസ് ലീഹായോടും നമ്മുടെ മാർത്തോമ നസ്രാണി പാരമ്പര്യത്തോടും കൂറ് പുലർത്തുമെന്നും കൂറ് പുലർത്താൻ കിട്ടിയ ഈ സുവർണാവസരം നന്നായിട്ട് വിനിയോഗിക്കുമെന്നും പ്രത്യാശിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.